പറയുന്ന ഇളയമേ? ഇൻസ്പെക്ടർ ഒന്ന് പറയട്ടെ, അബി ഇവിടെ വീട്ടിലില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ എവിടേക്കോ പോയിരിക്കുക. എന്തായാലും അവരൊരു കുറ്റവാളിയല്ലേ? ജയിലിലേക്ക് പോയ മാനം പോകുന്നു കരുതി എങ്ങോട്ടോ പോയതാ. എപ്പോ തിരിച്ചു വരുന്ന ആർക്കറിയാം? നിങ്ങൾ എന്ത് ചെയ്യുന്നു അതങ്ങ് ചെയ്യേ. സൂപ്പർ ഇളയമേ, ഇളയമ്മ കലക്കി. അബിയേട്ടനെയും വസുവേട്ടത്തിയെ നല്ല ഒന്നാം തരമായിട്ട് കുടുക്കി. താങ്ക്സ് ആന്റി. എന്താടി ഇത്? നിന്നെയൊക്കെ വിശ്വസിച്ച് പ്രതിപക്ഷ നേതാവ് നമ്പ്യാർ സാറ് ജാമ്യം നിന്നിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അയ്യോ, എന്റെ ഇളയമ്മ പറഞ്ഞതൊന്നും സത്യമല്ല സർ. എന്റെ ഭർത്താവ് ഒളിച്ചോട്ടിട്ടില്ല. അദ്ദേഹത്തെ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയി. പുതിയ കഥയൊന്നും ഉണ്ടാക്കണ്ട നീ. ഇന്നലെ ഞാൻ പറഞ്ഞതാ, നിന്റെ ഭർത്താവ് സമയത്തിന് വന്ന് ഒപ്പിട്ടില്ലെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന്. നടക്ക് സ്റ്റേഷനിലേക്ക്. ആരെയും അറസ്റ്റ് ചെയ്യുമെന്നോ? എന്താ എസ് ഐ സാർ ഇത്? പെണ്ണുങ്ങൾക്കൊരു നീതി, ആണുങ്ങൾക്കൊരു നീതി, അങ്ങനെയൊന്നുമില്ല ഏട്ടാ. എല്ലാവർക്കും തുല്യ നീതിയാ. വസുവിന് പകരമായിട്ട് ഞാൻ വരാം എസ് ഐ സാർ. എന്നെ അറസ്റ്റ് ചെയ്യും. പറ്റില്ല. ആരാണോ അയാൾക്ക് വേണ്ടി ജാമ്യം നിന്നത് അയാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യൂ. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഈ വീട്ടിലെ മുഴുവൻ അംഗങ്ങളും സ്റ്റേഷനിൽ വന്ന് അബിക്ക് വേണ്ടി ഇരിക്കാം സാർ. വസുവിനെ മാത്രം വിട്ടേക്ക്. പോലീസ് സ്റ്റേഷൻ എന്താ വിശ്രമ കേന്ദ്രമാണോ? ഞങ്ങൾ എല്ലാരും കൂടി അവിടെ ചെന്നിരിക്കാനായിട്ട്. ഒന്ന് വെറുതെ ഇരിക്കലേമേ. എസ് ഐ സാർ, വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഒന്ന് പറയൂ. എനിക്കറിയാവുന്ന ഒരേ ഒരു വഴിയുള്ളൂ എടുത്തി. അതായത് അബേട്ടന്റെ ഒപ്പിന് വേണ്ടിയായിരിക്കും ആ ML ഇതൊക്കെ ചെയ്യുന്നത്. അതിനുവേണ്ടി ഈ കേസും അറസ്റ്റും ഒക്കെ. അബേട്ടനെ കൊണ്ട് ഒപ്പിട്ട് കൊടുക്കാവുന്ന നമ്മളെല്ലാവരും കൂടി പ്രോമിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വസുവെടുത്തിയ പോലീസ് അറസ്റ്റ് ചെയ്യില്ലെന്നാ MLA സാർ ഫോൺ ചെയ്ത് പറഞ്ഞത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം സൈൻ ചെയ്യേയില്ല, ചെയ്യാൻ സമ്മതിക്കുകയില്ല. അബിയേട്ടൻ ഒപ്പിട്ടില്ലെങ്കിലേ വസുവേട്ടത്തേക്ക് ജയിലിൽ പോയേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, ഞാൻ സ്റ്റേഷനിലേക്ക് പോവാൻ തയ്യാറാ. വസു, കോൺസ്റ്റബിൾ കൂട്ടിക്കൊണ്ടുവരൂ. വസു, അയ്യോ. എസ് ഐ സാർ, വേണ്ട. അച്ഛൻ വിഷമിക്കണ്ട, അമ്മയും വിഷമിക്കണ്ട, ഭാവനെടുത്തി ഭാസ്കരേട്ടാ, ആരും വിഷമിക്കേണ്ട കാര്യമില്ല. വസുവേട്ടത്തേക്ക് ഒരു കുഴപ്പവും വരില്ല. പോലീസുകാരെടുത്തി ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. വിഷമിക്കരുത്, ആരും വിഷമിക്കരുത്. ഇവളൊരു കാര്യം, നീ എന്താ സ്വപ്നം കാണുമായിരുന്നോ? എന്താടി പകൽ സ്വപ്നം കാണുക നീ? എല്ലാം എന്റെ സ്വപ്നമായിരുന്നു. അപ്പോ പോലീസ് വണ്ടി വരുന്ന എന്തിനാ? എസ് ഐ സർ, ഞങ്ങളുടെ അഭിയേട്ടന് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ദയവേത് വസുവേട്ടത്തെ അറസ്റ്റ് ചെയ്യരുത്.
അതെ സാർ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏടത്തിക്ക് പകരം എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പൊക്കോളൂ. അബേട്ട് സ്റ്റേഷനിലേക്ക് വരുന്നത് വരെ എന്നെ ജയിലിലിട്ടോളൂ സാർ. എന്നെ അതെ, കൊണ്ടുപോക്കോളൂ സാർ. സർ. അഭിയാണെങ്കിൽ അഭിമാനമുള്ള ഒരാളാ. മാനം പോകുന്നു വിചാരിച്ച് കയ്യപ്പെടാൻ പേടിച്ചിട്ടാണ് അങ്ങോട്ട് വരാത്തത് തന്നെ. ഈ ഒരു പ്രാവശ്യം അവന് മാപ്പ് കൊടുക്കണം. സോറി, അങ്ങനെ ക്ഷമിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വസുവേട്ടത്തെ അറസ്റ്റ് ചെയ്യോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. അഭിറാം സ്റ്റേഷനിലേക്ക് വന്നു, ഒപ്പിടുകയും ചെയ്തു. എന്ത്? എന്റെ ഏട്ടൻ സ്റ്റേഷനിലേക്ക് വന്നു? സൈനും ചെയ്തോ? അതെ. നിന്റെ ചേട്ടൻ സ്റ്റേഷനിലേക്ക് പോവില്ല, സൈൻ ചെയ്യില്ല എന്നൊക്കെ നീ വിചാരിച്ചു അഖിൽ? എന്ത് പറ്റി കാർത്തിക? നിന്റെ മുഖം കണ്ടിട്ട് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന പോലെ. ഇളയമ്മേ, ഷോക്കായി പോയോ? വിചാരിച്ചത് നടക്കാത്തത് കൊണ്ടോ, അതോ വിചാരിക്കാത്തത് സംഭവിച്ചത് കൊണ്ടോ? എന്താ സംഭവിച്ചത് അബി? അച്ഛനെ കിഡ്നാപ്പ് ചെയ്തത്, നീ മിസ്സായത്, ഇതൊക്കെ എന്താ അബി? ഇതാ MLA പണിയാ. എന്നെ കിഡ്നാപ്പ് ചെയ്ത് എന്നെ ലോക്ക് ചെയ്ത് വെച്ച് സ്റ്റേഷനിൽ പോയി ഒപ്പിടാൻ സമ്മതിക്കാതെ എന്നെ തടഞ്ഞ് എന്റെ ബെയില് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ചെയ്തതാ. പതിവ് പോലെ തന്നെ ആ MLA ആരൊക്കെയോ സഹായിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ പ്ലാൻ എല്ലാം ഫെയിലായി. ഞാൻ കൃത്യസമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് സൈൻ ചെയ്തില്ലേ? എന്താ കറക്റ്റ് അല്ലേ സാർ? 5 മിനിറ്റിനുള്ളിൽ അബ്രാം വന്നില്ലെങ്കിൽ 9 മണിക്ക് അവന്റെ വീട്ടിൽ ചെന്ന് അവന്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം. അത് കഴിഞ്ഞ് MLA സാർ പറഞ്ഞ സ്ഥലത്ത് പോയി ആ റാസ്കൽ അഭിറാമിനെയും അറസ്റ്റ് ചെയ്ത് അവന്റെ ജാമ്യം റദ്ദാക്കണം. അതിൻ്റെ ആവശ്യമില്ല സാർ, ഞാനിത് എത്തിക്കഴിഞ്ഞു. സാറ് പറഞ്ഞ ടൈമിനേക്കാൾ 3 മിനിറ്റ് മുമ്പേ ഞാൻ എത്തി. എവിടെയാ സൈൻ ചെയ്യേണ്ടത് പറഞ്ഞാൽ മതി. എന്താ സാറേ, നല്ല ഷോക്കിൽ നിൽക്കുവാണല്ലോ. എൻ്റെ ഈ എൻട്രി ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? കോൺസ്റ്റബിൾ, എന്ന് വെച്ചാല് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് വിചാരിച്ചോ? നമ്പ്യാർ സാറ് അല്ല, എന്റെ അളിയനാ പറഞ്ഞത് നിങ്ങൾ എന്നെ എന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് തരുമെന്ന്. നമ്പ്യാർ സാർ പറഞ്ഞോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. അതിന്റെ ആവശ്യമൊന്നുമില്ല.
വരൂ. താങ്ക് യു സോ മച്ച് സർ. സാർ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പോയിട്ട് വരും. വൈകുന്നേരവും സ്റ്റേഷനിലെത്തണം. ഇല്ലെങ്കിൽ ഞാൻ ഓൾറെഡി സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞല്ലേ, ഞാൻ ഒരു കടവും ബാക്കി വെക്കില്ലെന്ന്. അതിന് എന്താണെങ്കിലും തിരിച്ചു കൊടുത്തിരിക്കും. രാവിലെ കൃത്യസമയത്ത് എത്തിയതല്ലേ, ഈവനിങ് അതേപോലെ എത്തിയിരിക്കും. സാറ് പോയാട്ടെ. അച്ഛാ, അച്ഛനൊന്നും പറ്റിയില്ലല്ലോ? എനിക്കൊന്നും പറ്റിയില്ല മോനെ. നിനക്കെന്ത് പറ്റിയെന്നാ ഞാൻ ആലോചിച്ചോണ്ടിരുന്നേ. ആ MLA നമുക്കെതിരെ ഇനി എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു എന്തോ. ശിശുപാലൻ 100 തെറ്റുകൾ ചെയ്തിട്ടും ശിക്ഷ കൊടുത്തില്ല. പക്ഷെ മരണസമയത്ത് ശരിയായ ശിക്ഷ കിട്ടി. ആദ്യം അവനെയല്ല, അവന് സഹായം ചെയ്യുന്ന ഇവരെ വേണം പറയാൻ. ശരി അബി, ആദ്യം ഇവരെ പിടിച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് MLA അകത്തായിക്കോളും. അപ്പൊ ആ MLA ചേർത്ത് ഇവർക്കും കൂടി നല്ലൊരു ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അച്ഛനെ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ഏട്ടനെ ലോക്ക് ചെയ്ത ശേഷം ചതിക്കാൻ നോക്കിയവരാ ഇവര്. ഇന്നിവിടെ മാതാജി വരാൻ പോവല്ലേ. ഇവരുടെ ജാതകവും ചെയ്ത പാപങ്ങളും ഒക്കെ പുറത്തു വരട്ടെ. അപ്പൊ ഇവർക്ക് മനസ്സിലാകും നരകം എന്താണെന്ന്. കാണാം നമുക്ക്. റൂമിൽ പൂട്ടിയിട്ടിരുന്ന ഏട്ടൻ എങ്ങനെയാ പുറത്തിറങ്ങി പോയത്? ആരായിരിക്കും തുറന്നു വിട്ടത്? അബിയേട്ടൻ എങ്ങനെ കറക്റ്റായിട്ട് സ്റ്റേഷനിലെത്തി? എങ്ങനെ ഒപ്പിടാൻ കഴിഞ്ഞു? നമ്മൾ വിചാരിച്ചതൊന്ന്, പക്ഷെ നടന്നത് മറ്റൊന്ന്. എന്താ വിചാരിച്ചത്? എന്താ നടന്നത്? അത് പിന്നെ വസു, ഈ വീട്ടില് മംഗളകരമായി ഒരു ഹോമം നടത്തണമെന്ന് വിചാരിച്ചില്ലായിരുന്നോ? അപ്പോഴേക്കും നിന്റെ അമ്മായി അച്ഛൻ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചു വന്നില്ലേ? കാര്യം അതൊന്നും അല്ലെന്ന് ഞങ്ങൾക്കറിയാം. സത്യം എന്താണെന്ന് പറയൂ. എന്ത് സത്യം എടുത്തി? അതാ അഖിൽ ചോദിച്ചത്. അച്ഛനെ എന്തിനാ കിഡ്നാപ്പ് ചെയ്തത്? ആരാ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞത്? നിന്റെ ചേട്ടൻ എങ്ങനെയാ ലോക്കായത്? ആരാ തുറന്നു വിട്ടത്? എങ്ങനെ സ്റ്റേഷനിൽ പോയി സൈൻ ചെയ്തു കൊടുത്തു? ഈ കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങള് 3 പേരും കൂടി ചർച്ച ചെയ്തോണ്ടിരിക്കുന്നെ? അതിനെപ്പറ്റി ഞങ്ങൾക്ക് എന്തറിയാം അബിയേട്ടാ? എനിക്കറിയാം കാർത്തികേ. സത്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. ഇതില് നിങ്ങളുടെ പങ്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. താൻ വീട്ടിലേക്ക് പോയിട്ട് എന്നെ കാണാതായതുപോലെ അഭിനയിക്കണം. എന്റെ ബെയില് ക്യാൻസൽ ആവുന്ന ഓർത്ത് പേടിക്കുന്നത് പോലെ അഭിനയിക്കണം. അപ്പോൾ MLA സഹായിച്ചതാരെന്ന് നമുക്കറിയാൻ പറ്റും. വസുന്ധരയാണ് എന്നെ വന്ന് രക്ഷിച്ചത്. നിങ്ങളുടെ വായിന്ന് സത്യം വരാൻ വേണ്ടിയാ ഞാൻ ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ചത്. സത്യമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല ഏട്ടാ. എല്ലാം ആ MLA പ്ലാൻ ആയിരിക്കും. ആ MLA പറഞ്ഞപ്പോ അഖില് ഹെൽപ്പ് ചെയ്തു കൊടുത്തു. അതല്ലേ സത്യം? അങ്ങനെയൊന്നുമല്ല ഏട്ടത്തി, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഒന്നും അറിയാതെയാണോ?
അത് രാവിലെ അച്ഛനെ എഴുന്നേൽപ്പിച്ച് വാക്കിങ്ങിന് പറഞ്ഞു വിട്ടത്? എനിക്ക് അപ്പോഴേ സംശയം തോന്നിയതാ. ഇന്നലെ രാത്രി നിങ്ങളുടെ അമ്മായിയച്ഛനാ പറഞ്ഞത് രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിക്കണമെന്ന്. അതാണ് അവരെ വിളിച്ച് വാക്കിങ്ങിന് അയച്ചത്. ഇതില് നിങ്ങളുടെ പങ്ക് എന്താണെന്ന് പറയണേ. അയ്യോ, എനിക്കൊന്നും അറിയില്ല ബി. ഞാൻ ഹോമത്തിന്റെ കാര്യങ്ങളാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങള് 3 പേരും എന്താ ചെയ്തെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെ ഒന്നും പറയാതെ ഏട്ടൻ ഇപ്പോഴേ നിൽക്കുന്നേ. സ്വന്തം അച്ഛനെ കിഡ്നാപ്പ് ചെയ്യിപ്പിച്ച് സ്വന്തം സഹോദരനെ പൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ അഖില നീ പ്ലാൻ ചെയ്തത്? ഓരോ ദിവസം കഴിയുന്തോറും തരം താഴ്ന്നുകൊണ്ടിരിക്കുക. സത്യമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല എടുത്തി. ഞങ്ങളെ വിശ്വസിക്കുക. പ്ലീസ് അഖിൽ. എനിക്ക് ഏട്ടൻ പറയുന്നത് പോലെ ഒന്നും പറയാൻ തോന്നുന്നില്ല. കിഡ്നാപ്പ് ചെയ്തിട്ട് അച്ഛനെ തിരക്കിപ്പോയ അബിയെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അബിക്ക് പകരം വസുവിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് അബിയുടെ ജാമ്യം റദ്ദാക്കിപ്പിച്ച് ജയിലിലേക്ക് അയക്കാന്ന് വിചാരിച്ചു. ഇതല്ലായിരുന്നു നിങ്ങളുടെ പ്ലാൻ? അങ്ങനെയൊന്നും ഇല്ല എടുത്തി. ഞങ്ങൾ അങ്ങനെ തരംതാണ ജോലിയൊന്നും ചെയ്യില്ല. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ വെറുതെ സങ്കല്പിച്ച് ഓരോന്ന് പറയുകയാണ്. ഞങ്ങൾ നല്ലവരാണെന്ന് തെളിയിക്കാൻ നിങ്ങളൊരു വഴി പറഞ്ഞതാ. അല്ലാതെ ഞങ്ങൾ എന്തോ കുറ്റം ചെയ്തു എന്ന് നിങ്ങൾ വെറുതെ പഴി പറയരുത്. നിങ്ങൾ എന്താ ചെയ്തത്, എന്താ ചെയ്യാൻ പോകുന്നൊക്കെ കുറച്ചു കഴിഞ്ഞ് മാതാജി വരുമ്പോ അതൊക്കെ പറഞ്ഞോളും. അപ്പോ നിങ്ങൾ നല്ലവരാണെന്ന് തെളിയിച്ച് കാണിക്കുക. വാ ചേച്ചി. ഈ സമയത്ത് വസുന്ധര അറസ്റ്റിലായി കാണുമല്ലേ? അഭിരാമിനെ ലോക്ക് ചെയ്ത് വച്ചിരിക്കില്ലേ നമ്മള്? ഉറപ്പായിട്ട് പോലീസ് കൊണ്ടുപോയി കാണും. അഭിരാമിന്റെ ജാമ്യം ഇപ്പൊ റദ്ദായി കാണുമല്ലോ അല്ലേ? ആവാതിരിക്കുവോ സാറേ? ഈ സമയത്ത് അഭിരാമിനെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് കാണും. ഈ സ്വീറ്റ് ന്യൂസ് നിന്റെ ശബ്ദത്തിലല്ല, ആ കാർത്തികയുടെ ശബ്ദത്തിൽ ഒന്ന് കേട്ടാ കൊള്ളാവുന്നുണ്ട്. പെണ്ണുങ്ങളുടെ ശബ്ദം കേട്ട് മതിയാവൂല്ലേ? ഒരു മിനിറ്റ് അവിടെ നിന്നേ. MLA അങ്കിളാണ് ഫോൺ ചെയ്യുന്നത്. അഖിൽ
ഹലോ അങ്കിൾ. എന്താ മോളെ കാർത്തികേ, എല്ലാവരും ഹാപ്പി അല്ലേ? നിങ്ങളുടെ വസുന്ധരയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? അഭിറാമിനെയും ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ പോവാ. എല്ലാവരും വീട്ടിലിരുന്ന് കരയുകയാവും അല്ലേ? അതൊന്നും അല്ല അങ്കിൾ, പ്ലാൻ റിവേഴ്സ് ആയി. അഭിയുടെ സ്റ്റേഷനിലേക്ക് പോയി ഒപ്പിട്ട് വന്നു. ഞാനല്ലേ അവനെ ലോക്ക് ചെയ്തിട്ട് വന്നത്, പിന്നെങ്ങനെയാ രക്ഷപ്പെട്ടത്? അയാളെ വസു എടുത്ത് രക്ഷിച്ചത്. ഏട്ടൻ സൈൻ ചെയ്തിട്ട് വരികയും ചെയ്തു. ഇപ്പൊ ഏട്ടനും ഏട്ടത്തെയും കൂടി ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടാ പോയത്. കുടിച്ചതിന്റെ കെട്ട് വിട്ടടാ. അയ്യോ അയ്യോ എന്ത് പറ്റി സാറിന്? ബാലറ്റ് പെട്ടിയിൽ വെള്ളം കയറിയെന്ന്. വോട്ടെല്ലാം വെള്ളത്തിലായി.